വീടുകൾക്ക് നമ്മൾ പല ടൈപ്പ് ഗ്രിൽസും അതുപോലെ വിൻഡോസും കൊടുക്കാറുണ്ട്. UPVC വിൻഡോസ് കൊടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഗ്രിൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ഗ്രിൽസ് സാധാരണ സ്റ്റീൽ വിൻഡോസ് കൊടുക്കുന്നതിന് പകരം ആളുകൾ UPVC വിൻഡോസ് കൊടുക്കും. അങ്ങനെ UPVC വിൻഡോസ് കൊടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഗ്ലാസ് ആയിരിക്കും, സ്ലൈഡിങ് വിൻഡോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഗ്രിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഗ്രിൽസ് കൊടുക്കുന്ന സമയത്ത് ഇത് സ്ക്വയർ പോളിഷ് റോഡാണ്, MS-ന്റെ പോളിഷ് റോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ചാണ് ഇതിന്റെ സൈസ് വരുന്നത്. 1/2 ഇഞ്ചിക്ക് 1/2 ഇഞ്ച് സ്ക്വയർ ആണ്. അതുപോലെ ഇത് നമ്മൾ 40ക്ക് 10 mm റെക്ടാങ്കിൾ ഹോളോ ട്യൂബാണ്. ഈ ഹോളോ ട്യൂബ് കറക്റ്റ് സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഹോളിലൂടെ ഇത് ത്രൂ ഔട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. സാധാരണ കേസിൽ ചില ആളുകൾ ഇത് ചെയ്യുന്ന സമയത്ത് 2 സൈഡിൽ ഈ റാഡ് വെച്ചിട്ട് വെൽഡ് ചെയ്യും. വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ വെൽഡിങ്ങിന്റെ ജോയിന്റ് കാര്യങ്ങൾ കാണും. അത് പിന്നീട് ഫിനിഷ് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടും ടോട്ടലി വിൻഡോ കാണുമ്പോൾ ഒരു ഫിനിഷിംഗ് പ്രോബ്ലം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിന് ഹോൾ ചെയ്തിട്ട് ലേസർ കട്ടിങ്ങിൽ ഹോൾ ചെയ്തിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഹോൾ ചെയ്യുന്നത്. CNC മെഷീനിൽ തന്നെ അത് ഹോൾ ചെയ്തെടുത്താലാണ് ഈ പെർഫെക്ഷൻ കിട്ടുള്ളൂ. അങ്ങനെ ചെയ്തിട്ടാണ് ത്രൂ ഔട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 150 ഉണ്ട്, 3 കള്ളി വിൻഡോ ആണ്. അതുകൊണ്ടാണ് ഇത് 2 എണ്ണം വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഡബിൾ 2 കളി വിൻഡോ ആണ്. അതുകൊണ്ട് സെന്ററിൽ ഒരെണ്ണം മാത്രമാണ് സപ്പോർട്ടിന്റെ ആവശ്യമുള്ളൂ. അതുപോലെ ഈ ഒരു ഗ്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഇട്ടിരിക്കുന്ന 5 ഇഞ്ചോളാണ്, ഏകദേശം 12.5 സെന്റിമീറ്റർ ആണ് ഈ ഒരു ഗ്യാപ്പ്. മിനിമം നിങ്ങൾ ഈ ഒരു ഗ്യാപ്പ് 4 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെയുള്ള ഗ്യാപ്പാണ് സാധാരണ UPVCക്ക് വേണ്ടി ചെയ്യേണ്ടത്. കാരണം നമുക്ക് UPVC സ്ലൈഡിങ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടാണ് ഈ സൈഡിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം 4 ഇഞ്ച്, ഒരു 10 സെന്റിമീറ്ററിലുള്ള ഗ്യാപ്പ് ക്ലിയർ ആയിട്ട് വെച്ചിട്ടുള്ള ഗ്യാപ്പ് കൊടുത്ത് ചെയ്യും. അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് UPVC സ്ലൈഡിങ് വിൻഡോ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗ്രില്ല് കൊടുക്കുമ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ ടൈപ്പ് തന്നെ മാക്സിമം കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ വെർട്ടിക്കൽസ് ആയിട്ട് ഗ്രില്ല് കൊടുക്കും. ഗ്രില്ല് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഈ വെർട്ടിക്കൽ മെമ്പർ ഇതുപോലുള്ള വെർട്ടിക്കൽസ് അടുത്തടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കൈ ഇതിൽ ടച്ച് ആയിട്ട് ഈ ഒരു UPVCന്റെ സ്ലൈഡിങ്ങിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ടൈപ്പ് ഡിസൈൻസ് കൊടുക്കണം. പ്രത്യേകിച്ച് സ്ലൈഡിങ് വിൻഡോ ആവുന്ന സമയത്ത് നമുക്ക് സിങ്ക് വിൻഡോ ഓപ്പണബിൾ, 1 സൈഡിലോട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജനൽ ഷട്ടറുകൾ UPVCയിലൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെർട്ടിക്കൽസ് കൊടുത്താലും വലിയ പ്രോബ്ലം ഇല്ല. പക്ഷെ ഈ ഒരു ടൈപ്പ് ഹൊറിസോണ്ടൽ ടൈപ്പ് ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡിങ്ങിനാണെങ്കിലും ഓപ്പൺ ടൈപ്പ് വിൻഡോ ആണെങ്കിലും രണ്ടിനും ഇത് യൂസ് ആവുന്നതാണ്. പിന്നെ ഇത്തരത്തിലുള്ള ഒരു ഗ്രില്ല് സെറ്റ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്ററിങ്ങിന്റെ മുമ്പായിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കറക്റ്റ് ഈ ഭാഗത്തൂടെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു ഇതിൽ നമ്മൾ ഔട്ടറിലൊരു ഫ്രെയിം ഉണ്ടാവും. 4 സൈഡിലും ഇതിൽ ഇതുപോലത്തെ ഒരു ഫ്രെയിം നമ്മൾ അടിച്ചിട്ടുണ്ട്. ആ ഫ്രെയിം ഹൈഡായി പോകുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ ചെയ്തതിന് ശേഷം കറക്റ്റ് ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു 4 സൈഡിലത്തെ ബോക്സ് നമുക്ക് വിസിബിൾ ആവില്ല. അല്ലെങ്കിൽ ഉള്ള പ്രോബ്ലം പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുത്ത് രണ്ടാമത് റീപ്ലാസ്റ്റർ ചെയ്യണം. റീപ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് ആ റീപ്ലാസ്റ്റർ ചെയ്ത ജോയിന്റുകൾ എടുത്ത് കാണാനും പിന്നീട് അതിലൂടെ ക്രാക്ക് വരാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഇതുപോലുള്ള വിൻഡോസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിന് മുമ്പായിട്ട് തന്നെ സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ കാര്യമായിട്ട് നോക്കാനുള്ളത് ഇതിന്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു എപ്പോക്സിയാണ്. പ്രൈമർ ഫിനിഷ് തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടി, സ്റ്റെയിൻ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രൈമർ ഫിനിഷ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സാധാരണ കേസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് വിൻഡോ ചെയ്യുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്തിട്ടാണ് വെക്കാനെങ്കിലും പിന്നീട് ഈ പ്ലാസ്റ്ററിങ് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഈ വർക്കിന്റെ ഇടയിൽ ആയിട്ടുണ്ടെങ്കിൽ ഈ എപ്പോക്സി നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് ഒന്ന് എപ്പോക്സി ഫിനിഷ്, ഒരു പ്രൈമർ ഫിനിഷ് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിന് തുരുമ്പ് വരില്ല എന്നുള്ളതാണ്. ഈ തുരുമ്പ് വരാനുള്ള മെയിൻ റീസൺ എപ്പോക്സി നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇതുപോലുള്ള UPVC ഗ്രില്ലുകൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാം. ഇതുപോലെ ഒരുപാട് പല ടൈപ്പ്, ഇപ്പോൾ ഹൊറിസോണ്ടൽ ടൈപ്പ് ഇങ്ങനെ ചെയ്ത്
ചെയ്യാണ്ട് വെർട്ടിക്കൽ മെമ്പർ കൊടുത്ത ഒരു ഡിസൈനാണ്. അല്ലാത്ത രീതിയിൽ ചെയ്ത ഒരുപാട് ഡിസൈൻസ് നമ്മുടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരത്തിലുള്ള ഡിസൈൻസ് കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. ഡിസൈൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അതുപോലെ ഇതുപോലുള്ള വിൻഡോസ് നമ്മുടെ ഫാക്ടറിയിലാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്, ഒരിക്കലും സൈറ്റിൽ വെച്ചിട്ടല്ല അതുപോലത്തെ വിൻഡോസ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിൻഡോസുകൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് വാട്സപ്പിൽ ആ ഒരു മെഷർമെന്റ് മാത്രം നിങ്ങൾക്ക് അയച്ചു തന്നാൽ മതി. അതിൻ്റെ ഒരു കൊട്ടേഷനും ഇതുപോലുള്ള വിൻഡോ ചെയ്തിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് സൈറ്റ് ഡെലിവറിയും വേണമെങ്കിൽ ഇൻസ്റ്റാളേഷനും ഞങ്ങളുടെ ടീം തന്നെ ചെയ്തു. ഇത് ചെയ്യുന്ന സമയത്ത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക് യു.